റിസൾട്ടും പി എം ശ്രീയും തമ്മിൽ ബന്ധമുണ്ടോ? നമ്മള് റിസൾട്ട് കാര്യങ്ങൾ മാത്രം പോരെ. ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാട് അതിനെതിരാണല്ലോ. ഒന്നതിൽ ഫെഡറൽ സംവിധാനം പിന്നെ പരിപാലിച്ചു പോകണം. റിസൾട്ടും പി എം ശ്രീയും തമ്മിൽ ബന്ധമുണ്ടോ? നമ്മള് റിസൾട്ട് കാര്യങ്ങൾ മാത്രം പോരെ. അല്ല, ഫണ്ട് കിട്ടുന്നതും ഇതിലെ തീരുമാനം തമ്മിൽ അങ്ങനെ ഡയറക്റ്റ് ബന്ധമൊന്നുമില്ല. ഏതായിരുന്നാലും അത് ഞാൻ ഇന്നത്തെ ഒരു ഫോക്കസ് പോണ്ട എന്ന് കരുതിയിട്ടാണ്. കാരണം ഇന്ന് നമ്മുടെ കുട്ടികളെ കാര്യമാണ്, അവരുടെ റിസൾട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതാണ് അതിന്റെ ഒരു ഭംഗി. ഏതായിരുന്നാലും ചോദിച്ച സ്ഥിതിക്ക് പറയാം, അതിലൊരു നയപരമായ തീരുമാനം UDF എടുക്കുമ്പോഴാണ് നമുക്ക് പി എം ശ്രീ ഇനി എന്ത് ചെയ്യണം എന്നുള്ളത് പറയാൻ കഴിയും. അതിലുള്ളൊരു വശം, കഴിഞ്ഞ ഗവൺമെന്റ് പി എം ശ്രീ ഒപ്പിട്ടു എന്നുള്ളത് ഒരു ഫാക്റ്റാണ്. നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പൊ ഗവൺമെന്റുകൾ തുടർച്ചയാണ്. കഴിഞ്ഞ ഗവൺമെന്റിന്റെ തുടർച്ചയാണ് ഈ ഗവൺമെന്റ്. നയങ്ങളിലും സമീപനങ്ങളിലൊക്കെ മാറ്റമുണ്ടാവും. പക്ഷെ ആ തുടർച്ചയാകുമ്പോൾ കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് ഒപ്പിട്ട ഒന്നാണ്, അതൊരു ഫാക്റ്റാണ്. ഒപ്പിടുകയും പിന്നീട് അത് വിവാദമായപ്പോൾ കെപ്റ്റിൻ അബേൻസ് തൽക്കാലം നിർത്തിവെക്കണമെന്ന് പറഞ്ഞൊരു നോട്ട് കൊടുക്കുകയും ചെയ്തു എന്നുള്ളതാണ് അതിന്റെ ഇപ്പോഴത്തെ ഒരു പൊസിഷൻ. അപ്പൊ അതിന്റെ മറ്റ് ഇമ്പാക്റ്റുകളൊക്കെ പരിശോധിച്ച് ആണ് ഒരു തീരുമാനത്തിലെത്തുക. വൈകാതെ UDF ഗവൺമെന്റിന്റെ പി എം ശ്രീയോടുള്ള നിലപാട് മുഖ്യമന്ത്രി അത് പ്രഖ്യാപിക്കും. അതാണ് ഞങ്ങൾക്ക് അതിലെടുക്കാവുന്നൊരു, ഞങ്ങൾ അങ്ങനെയാണ് അതിനെ കാണുന്നത്. അതിൽ സംഗതി വളരെ കൃത്യമാണ്. ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാട് അതിനെതിരാണല്ലോ. ഒന്നതിൽ ഫെഡറൽ സംവിധാനം പിന്നെ പരിപാലിച്ചു പോകണം. നമ്മുടെ ഭരണഘടനാനുസൃതമായിട്ട് ഈ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളുണ്ട്. അപ്പൊ അതിന് ആ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിൽ പലതിനും ഇത്തരം ചില നിബന്ധനകൾ വെച്ച് ഫണ്ട് അനുവദിക്കുക, അത് നടപ്പാക്കിയില്ലെങ്കിൽ ഫണ്ട് തരാതിരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ ഒരു പ്രശ്നമുണ്ട്. അത് ശരിയല്ലല്ലോ. പിന്നെ പദ്ധതിയോട് വിയോജിപ്പുണ്ട്, പദ്ധതിയുടെ കണ്ടന്റിനോട്. അപ്പൊ ഈ സംഗതികളൊക്കെ വെച്ചുകൊണ്ട് എങ്ങനെ അതിന് ഇനി ഭാവി അതിനെ സംബന്ധിച്ച് തീരുമാനിക്കാം എന്നത് UDF നേതൃത്വമൊക്കെ ആലോചിച്ച് ഞങ്ങളൊരു തീരുമാനം പറയും. ഞാനത് പറഞ്ഞപ്പോഴേ കൂടുതൽ പറയുന്നില്ല എന്ന് പറഞ്ഞത്. ഇതൊരു ഔദ്യോഗിക ചടങ്ങാണ്. ഇവിടെ എന്റെ ഇപ്പുറത്തിരിക്കുന്നത് സെക്രട്ടറിയാണ്, ഇപ്പുറത്തിരിക്കുന്നത് ഡയറക്ടറാണ്. അപ്പൊ അതുകൊണ്ട് അതിന്റെ നമ്മൾ രാഷ്ട്രീയ വശത്തിലേക്ക് ഈ സമയം കൂടുതൽ പോകണ്ട. ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ എപ്പോൾ സമയം തരാം. അതേ അല്ല, ഞാനങ്ങനെ പറഞ്ഞില്ലല്ലോ. നമ്മളെന്താ പറഞ്ഞത്, ഇതിന്റെ പൊസിഷൻ, ഇപ്പോഴുള്ള അവസ്ഥ, സ്റ്റാറ്റസ് നിങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ് ചെയ്തത്. ഇനി അതിൽ എന്ത് നിലപാട് സ്വീകരിക്കണം എന്ന് പ്രഖ്യാപിക്കേണ്ടത് ഞങ്ങളുടെ ഭരണ നേതൃത്വവും അതുപോലെ തന്നെ രാഷ്ട്രീയ നേതൃത്വമൊക്കെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞില്ല, ഞാൻ ആദ്യം ചോദിച്ചപ്പോഴേ പറഞ്ഞു ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ഇതൊരു ഒഫീഷ്യൽ ചടങ്ങാണ്, അപ്പുറത്തും ഇപ്പുറത്തിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അതിൽ അങ്ങനെ ഒരു രീതി പാലിച്ചു പോകാം. ഞാൻ എപ്പോഴും നിങ്ങൾ വിളിക്കുമ്പോൾ വരണ്ടല്ലോ. എന്റെ എങ്ങനെ അല്ല, ഇത് ഒപ്പിടാതെ വരുമ്പോ ഫണ്ട് തരില്ല എന്നുള്ളതാണ്, ഫണ്ട് ബ്ലോക്ക് ചെയ്യും എന്നുള്ളതാണ്. 348 കോടി അങ്ങനെ ഒരു വാർത്ത. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഇത് സംബന്ധിച്ച് എന്ത് സ്റ്റാൻഡ് സ്വീകരിക്കണം. പലരും പല സ്റ്റാൻഡ് സ്വീകരിച്ചു. ചിലര് നടപ്പാക്കി ഫണ്ട് വാങ്ങി, അതിനൊരു തർക്കത്തിന് പോയില്ല. ചിലര് നടപ്പാക്കാതെ തന്നെ കോടതി വഴി ഫണ്ട് കിട്ടാൻ ശ്രമിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞില്ല, ഈ ഗവൺമെന്റ് വന്നിട്ട് 10 ദിവസമല്ലേ ആകുന്നുള്ളൂ. ഞാൻ ഈ വകുപ്പിന്റെ ചുമതല ഏറ്റിട്ടും 10 ദിവസത്തോളം ആകുന്നേ ഉള്ളൂ. അപ്പൊ ഇതൊരു പൊളിറ്റിക്കലായി എടുക്കേണ്ട ഒരു സ്റ്റാൻഡൊക്കെ ഇതിലുള്ളതുകൊണ്ട് വൈകാതെ ഇതിലൊരു തീരുമാനം ഉണ്ടാവും. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇന്നത്തെ ദിവസം നമ്മളിത് ഒഴിവാക്കുകയാണ് നല്ലത്. നമുക്ക് റിപ്പോർട്ട് ഒരു പ്രധാന അടിസ്ഥാനം തന്നെയാണ്. സെക്രട്ടറി ആ റിപ്പോർട്ട് പെട്ടെന്ന് തയ്യാറാണ്. അപ്പോ ആ റിപ്പോർട്ടിനെ ബേസ് ചെയ്തായിരിക്കും ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ തീരുമാനിക്കും. മന്ത്രിതല കമ്മിറ്റി ഈ ഗവൺമെന്റ് വെച്ചിട്ടില്ല. അത് മുഖ്യമന്ത്രി ഡൽഹിയിലാണ്, വന്നോട്ടെ ഞങ്ങളൊരു തീരുമാനത്തിലെത്തും.
ഉണ്ടല്ലോ. അല്ല, അങ്ങനെയല്ല ഞാൻ പറഞ്ഞില്ല. ഇവിടെ ഒരു ഗവൺമെന്റുകൾ തുടർച്ചയാണ്. കഴിഞ്ഞ ഗവൺമെന്റ് ഒപ്പിട്ടു. അപ്പൊ ആ ഗവൺമെന്റിന്റെ തുടർച്ചയാണിത്. ആ ഒപ്പിട്ട MOUവിൽ നിന്ന് ഒരു കക്ഷിയാണ് നമ്മൾ കേരളം. ഏകപക്ഷീയമായി പിന്മാറാൻ പറ്റുമോ? അങ്ങനെ പിന്മാറിയാലുള്ള ഇമ്പാക്ട് എന്താണ്? ഈ ലീഗൽ ഇമ്പാക്ട് ഒക്കെ പരിശോധിക്കണം. ലീഗൽ അഡ്വൈസ് കിട്ടണം. ഞാൻ പറഞ്ഞില്ലേ, ഒരു കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളുടെ ഒരു ഇഷ്യൂ ഒക്കെ അതിലുണ്ട്. എന്നാൽ ആ സമീപനത്തോട് ഞങ്ങൾക്ക് എതിർപ്പാണ്. അങ്ങനെ ഇന്ന കാര്യങ്ങൾ പഠിപ്പിച്ചാലേ പണം തരൂ, അല്ലെങ്കിൽ ഞങ്ങൾ പറയുന്നത് പഠിപ്പിക്കണം. ഒരിക്കലും അല്ല, കഴിഞ്ഞ സർക്കാർ അങ്ങനെ പറഞ്ഞു. ഞാൻ പറയുന്നത് കഴിഞ്ഞ സർക്കാർ ചെയ്തു വെച്ചൊരു സംഗതിയാണ്. ഇനി ഞങ്ങളത് അതിന്റെ തുടർച്ച അത് മുന്നോട്ട് എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളതിനെ സംബന്ധിച്ചൊരു വ്യക്തമായ തീരുമാനം വരാനിരിക്കുന്നതേ ഉള്ളൂ. ഏതായാലും അധികം വൈകാതെ അത് ഞാൻ നിങ്ങളുമായി സംസാരിക്കാം. ഇന്ന് നമ്മൾ അതിൽ കൂടുതൽ ഇനി മുന്നോട്ട് പോകണ്ട. ഓക്കെ. അങ്ങനെ നമ്മൾ തീരുമാനം എടുത്തിട്ടില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. സെൻസസ് വരാൻ പോവാണ്. പ്രശ്നമല്ലാതെ നല്ലതാണ്. കുറെ കാലമായി നടക്കാത്തൊരു സംഗതിയാണ്. സെൻസസ് വരട്ടെ. എങ്ങനെ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ട്രാൻസ്ഫർ ഒന്നും വേണ്ടെന്ന് വെച്ചിട്ടില്ല. ഇല്ല, തീരുമാനം എടുത്തിട്ടില്ല. സെൻസസ് ഉണ്ട്, ജൂലൈയിലാണ്. അപ്പൊ അതിന്റെ മുന്നേ വേണമെങ്കിൽ പൂർത്തിയാക്കാമല്ലോ. ആ സമയത്ത് ചിലപ്പോൾ നടന്നില്ല എന്ന് വരും ട്രാൻസ്ഫർ ഒന്നും ആ മാസങ്ങളിലേ. പൊതുവെ എന്താ സ്ഥലം മാറ്റം മരവിപ്പിക്കാൻ ഓക്കെ. റിസൾട്ട് ആയല്ലോ. അതൊരു കറക്റ്റാണ് ആ ആക്ഷേപം. അതിന്റെ ബോർഡ് മീറ്റിംഗ് ഇന്നുണ്ട്. നാളെ റിസൾട്ട് കേട്ടിട്ട് അല്ലേ? നാളെ വരും. ഇന്ന് തന്നെ കൊടുക്കാം. ബോർഡ് കൂടി കഴിഞ്ഞാൽ അപ്പൊ തന്നെ റിലീസ് ചെയ്യാം. ഓ